ബാലുട്ടാ, ബാലുട്ടാ, എന്തു പറ്റി? ഏയ്, ഒരു സ്വപ്നം കണ്ടതാ. വെളുപ്പാങ്കാലത്ത് കാണുന്ന സ്വപ്നം ഫലിക്കുമല്ലേ? എന്താ കണ്ടത്? നമ്മുടെ മക്കളെ. ആ, ഈ വീട് നിറയെ മക്കള്, ഒക്കെ ആൺകുട്ടികളാ. ഒരു കൗരവപ്പട. കൊച്ചമ്മേ, കൊച്ചമ്മേ, തേക്കുമരം കാണാനില്ല. നമ്മുടെ മേലെ പറമ്പിൽ അതിർത്തി ചെയ്യുന്ന തേക്കുമരം കാണാനില്ല. ആരും മുറിച്ചു മാറ്റിയതാ. മരം വെട്ടിയെടുത്തിട്ട് അധികം നാളായിട്ടില്ല. ഉടനെ പോലീസ് അറിയിച്ചാൽ തുമ്പ് കിട്ടും. തേക്ക് മരത്തിന്റെ തുമ്പ് കിട്ടിയിട്ട് എന്ത് ചെയ്യാനാ? പോയത് പോയില്ലേ, ഇനി ഇതും പറഞ്ഞ് ബഹളം വെക്കണ്ട. ആഹാ, അങ്ങനെ അങ്ങ് വിടാനൊക്കോ? എത്ര രൂപയുടെ മുതലാ? ആദ്യം കള്ളരാണെന്ന് അറിയണം, എന്നിട്ട് പോലീസിൽ പരാതിപ്പെടാം. അതെ, അച്ഛനൊന്ന് മഷിയിട്ട് നോക്ക്. ആ, കണ്ടോ അച്ഛാ? പരശുരാമനെയാണ് ഞാൻ കണ്ടത്. കയ്യിൽ മഴുവേന്തി നിൽക്കുന്ന പരശുരാമൻ. അപ്പോ ആയുധവുമായി ബന്ധമുള്ള ആരോ ആണ് പൊട്ടിച്ചിരിക്കുന്നത്. അതും ഈ വീട്ടിലുള്ള ആള് തന്നെ. ഈ വീട്ടിലാർക്കാ ആയുധമായിട്ട് ബന്ധം? ഓ, വെറുതെ ഓടിയത് മിച്ചം. ഒരു കൊളക്കോഴിയെ പോലും കിട്ടിയില്ല. ആ, പഴയ ഉന്നമൊക്കെ പോയി. അത് നിങ്ങൾ ആർക്കാ വിറ്റത്? എന്ത്? ഒന്നും അറിയില്ലല്ലേ? ആ തേക്കുമരം എവിടെന്ന്? ഏത് തേക്കുമരം? മേലെ പറമ്പിന്ന് മോട്ടിച്ച് വിറ്റില്ലേ? ആ തേക്കുമരത്തിന്റെ കാര്യമാ ചോദിച്ചത്. ഓ, ആ തേക്കുമരം. ഇനി ഞാനത് പറയാം. ഇത്രയും നാള് ഞാനത് മറച്ചു വെച്ചു. തേക്ക് മുറിച്ചു വിറ്റേ ഞാനാ. ആ മമ്മദിനാ കൊടുത്തേ. എനിക്ക് കുറച്ച് കടമുണ്ടായിരുന്നു, അതൊക്കെ വീട്ടി. ഇതിന്റെ പേരിൽ നീയും നിന്റെ അച്ഛനും കൂടി കേസ് കൊടുക്കുകയോ എന്ത് വേണമെങ്കിലും ചെയ്തു. മോട്ടിച്ചിട്ടൊരു ന്യായം പറയുന്നത് കേട്ടില്ലേ? ഈ നാശത്തിന് എന്നെന്റെ തലയെ കെട്ടിവെച്ചോ അന്ന് തുടങ്ങിയതാ എന്റെ ദുരിതം. 4 നേരം വെട്ടി വിഴുങ്ങാനും കട്ടുമുടിക്കാനും അല്ലാതെ എന്തെങ്കിലും ഒരു പ്രയോജനം ഉണ്ടോ ഈ കുടുംബത്ത്? അങ്ങനെ പറഞ്ഞു കൊടടി. നാണോ മാനോ ഇല്ലാത്ത വൃത്തികെട്ട ജന്തു. മോൾ ഇതൊന്നും കണ്ട് പേടിക്കണ്ട. ഇതിവിടെ എന്നും നടക്കാറുള്ള കലാപരിപാടികളാ. അച്ഛൻ എന്തിനാ എല്ലാം കയറി ഏക്കാൻ പോയത്? ആ മരം മുറിച്ചു വിറ്റത് ഞാനാ. അറിയാം. ആദ്യം എന്നോട് വന്ന് അനുവാദം ചോദിച്ചിട്ടാ നിന്റെ കയ്യിൽ നിന്ന് മമ്മദ മരം വാങ്ങിയത്. ആ പണം കൊണ്ട് ഇവക്ക് സ്വർണം വാങ്ങിയിട്ടാ ഈ കല്യാണം നടത്തിയതെന്നും എനിക്കറിയാം. അതെങ്ങാ ഞാൻ പറഞ്ഞാൽ പിന്നെ നിനക്കും ഇവക്കും ഇവിടെ മനസ്സമാധാനമായിട്ട് കഴിയാൻ പറ്റുമെന്ന് വിചാരിക്കുന്നുണ്ടോ? ഇപ്പോ എനിക്കിത്തിരി ചീത്ത കേട്ടതേ ഉള്ളൂ. അത് സാരമില്ല. നാണം കെട്ടവൻ, നട്ടലില്ലാത്തവൻ, പെങ്കോന്തൻ, ഇങ്ങനെ പട്ടങ്ങൾ അച്ഛന് കുറേയുണ്ട്. ആ കൂട്ടത്തിൽ ഒന്നുകൂടിയായി തേക്ക് കള്ളൻ. അത്രയല്ലേ ഉള്ളൂ. നിങ്ങൾ സമാധാനമായിട്ട് കഴിഞ്ഞാൽ മതി മക്കളെ. അത് കണ്ടാ മതി അച്ഛനെ. അത് മിണ്ടിപ്പോരുത്. എല്ലാരും കൂടെ എന്നെ പറ്റിക്കായിരുന്നില്ലേ? എന്നെ പൊട്ടിയാക്കിയിട്ട് ഒരുത്തി ഇവിടെ വാരാന്ന് വിചാരിക്കണ്ട. നീ എന്തിനുള്ള പുറപ്പാടാ? എവിടെ തന്തയില്ലേ? ആ തെണ്ടി പരീക്ഷയുടെ മുഖത്ത് നോക്കി 4 ആട്ടാട്ടാൻ പോവാ. 8ഉം പുട്ടും തിരിയാത്ത എന്റെ മോനെ പറ്റിച്ചിട്ടാണോ ഇവളെ കെട്ടിലമ്മ ചമയിച്ച് ഇങ്ങോട്ട് വിട്ടതെന്ന് എനിക്കവിടെ മുഖത്ത് നോക്കി ചോദിക്കണം. അമ്മേ, ഞാൻ പറയുന്നൊന്ന് കേക്ക്. ഇല്ല, എന്നെ കൊന്നാലും ഞാൻ മാറില്ല. ഇവൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഇവളുടെ വീട്ടുകാരും നിരപരാധികളാ. എല്ലാം ഞാൻ ചെയ്തത്. പപ്പൻ ഇവിടെ കല്യാണാലോചനയുമായിട്ട് വന്നു തന്നെ ഞാൻ പറഞ്ഞിട്ടാ.
എനിക്ക് അംബിക നേരത്തെ അറിയായിരുന്നു. അവൾ എനിക്ക് ഇഷ്ടമായിരുന്നു. അത് നേരെ വന്ന് പറഞ്ഞ അമ്മ സമ്മതിക്കില്ലെന്ന് എനിക്കറിയാം. അതാ ഇങ്ങനെയൊക്കെ ചെയ്തത്. അതിന്റെ പേരിൽ അവളെ ശിക്ഷിക്കരുത്. ഞാൻ സമ്മതിക്കില്ല. ഞാൻ ദാ പറഞ്ഞതിനേക്കാളും 10 രൂപ കൂടുതലുണ്ട്. എന്നാലും കൊച്ചമ്മ ഇത്ര പെട്ടെന്ന് എന്നോട് ഇങ്ങനെ ചെയ്യരുതായിരുന്നു. പിരിച്ചുവിടാൻ മാത്രം ഇവൾ എന്ത് തെറ്റ് ചെയ്യുന്നതാ നീ പറയുന്നത്? ഒരു തെറ്റും ഇവിളി ചെയ്തെന്ന് ഞാൻ പറഞ്ഞില്ല. ഒരു വേലക്കാരിയെ നിർത്തി ചെയ്യിക്കാനുള്ള ജോലി ഈ വീട്ടിലുണ്ടോ? ഉണ്ട്. ഉം? ഉണ്ടോ? ഇല്ല. ഓ. ഉള്ള ജോലി ചെയ്യാൻ ഇവിടെയുള്ളവരൊക്കെ തന്നെ മതി. പിന്നൊരുത്തി കെട്ടിക്കേറി വന്നിട്ടുണ്ടല്ലോ, അവക്ക് ചെയ്യാൻ തന്നെ ഇവിടെയുള്ള ജോലി തികയത്തില്ല. ഓ, അടുക്കളപ്പണി ഇനിയും തീർന്നില്ലേ? അതൊന്ന് വേഗം തീർത്തിട്ട് ഈ തുണിയൊക്കെ ഒന്ന് ചൂടുവെള്ളത്തിൽ ഇടാൻ. എടാ, ഇന്ത്യ പാക് യുദ്ധത്തിൽ ഏറ്റവും അപകടം പിടിച്ചൊരു മുറയായിരുന്നു ഒളിപ്പോര്. ഇന്നത്തെ ഈ അമ്മായിയമ്മ പോരുമായിട്ട് തുലച്ചു നോക്കുമ്പോ അതൊന്നുമല്ലായിരുന്നു. ഈ സാറ് എന്നെയും തല്ലു ഒളിക്കുന്നാ തോന്നണത്. ചേച്ചി, ഞാൻ കൂടെ സഹായിക്കാം. എടാ, നീ എന്തിനീ പെണ്ണുങ്ങളുടെ ജോലി കയറ്റി വരുന്നേ? അകത്തെ കാര്യങ്ങളൊക്കെ നോക്കാൻ ഇപ്പൊ ഇവളുണ്ട് ഇവിടെ. നീ തൊഴുത്തിലെ കാര്യവും പറമ്പിലെ കാര്യവും മാത്രം നോക്കിയാ മതി കേട്ടോ. ഞാൻ ചെയ്തോളാം. നാരായണൻകുട്ടി പൊയ്ക്കോ. ഈ സ്വർണ്ണം ഒന്നും ഇട്ടോണ്ട് അടുക്കളയിൽ നിൽക്കണ്ട. ഞാൻ ഊരി വെച്ചേക്കാമേ. വേണ്ട, ഇങ്ങോട്ട് ഒരു തന്നേക്ക്. കാലം മോശമാ. പിന്നെ സോപ്പുവെള്ളം വീണാ സ്വർണം പെട്ടെന്ന് പഴകും. പിന്നെ ഇതൊക്കെ ഇട്ടോണ്ട് ഞെളിഞ്ഞു നടക്കാനുള്ള യോഗ്യതയൊന്നും ഇല്ലല്ലോ. കേട്ടോ നാരായണൻകുട്ടി, പറമ്പിൽ നിൽക്കുന്ന തടിയുടെ മേലെ എപ്പോഴും ഒരു കണ്ണ് വേണം. നാളെ ഇനി വല്ല തറവാട്ടുകാരും ബംഗ്ലാവ് വെച്ചൊന്നും വരുവേ. എല്ലാവരും കൂടെ നിന്നെ ഇവിടുത്തെ വേലക്കാരിയാക്കില്ലേ? ഏയ്, ബാലുവേട്ടന് എന്തു പറ്റി? വീട്ടു ജോലി ചെയ്താ വേലക്കാരിയാവോ? ഇതൊക്കെ ഞാൻ എന്റെ വീട്ടിലും ചെയ്യുന്നതല്ലേ. അതൊന്നുമല്ല, ഞാൻ കാണുന്നുണ്ട് പലതും. ഞാൻ കാരണം നീയെ ഇത് കയ്യിലിട്ടോ. അയ്യോ വേണ്ട, ഇതൊന്നും വേണ്ട. വേണം, എന്റെ ഒരു സന്തോഷത്തിനാ. വെറുതെ ഇങ്ങനെ മനസ്സ് വിഷമിപ്പിക്കണ്ട. ഈ അടുക്കള കാര്യങ്ങളിലൊന്നും തലയിടാൻ വേണ്ട. ഇതൊക്കെ ഞങ്ങൾ പെണ്ണുങ്ങൾ നോക്കിക്കോളാം. ആ സിഗരറ്റ് കളഞ്ഞേക്ക്. സിഗരറ്റ് കളയടോ. ഓ നാശം. ആരാ നോക്ക്. സന്ധ്യ ആകുന്നതിനും പകത്ത് കയറി കഥടച്ചാൽ എങ്ങനെയാ? കാലത്തേക്കൾ ഉഴുന്നു വെള്ളത്തിൽ കിടക്കുക, അതരക്കണ്ടേ? ഒരു കെട്ടിടമ്മ. ഇത് ഇങ്ങനെ വിട്ട പറ്റില്ല. വേണ്ട, എന്നെ ചൊല്ലൊരു പ്രശ്നം ഉണ്ടാവരുത്. ഒക്കെ ശരിയാവും ബാലോട്ടാ. കുറച്ചു ദിവസം കഴിയുമ്പോ എല്ലാം നേരെയാവും. അയ്യോ ഉഴുന്നു അരക്കണ്ട, ഒരു കോപ്പ് അരക്കണ്ട. നേരം പാതിരേ. പെമ്പിള്ളേര് കാതിലും കഴുത്തിലും ഒക്കെ നിറച്ച് സ്വർണ്ണിട്ടോണ്ട് വേണം വരാൻ. അല്ലെങ്കിലേ പച്ച പാതിരയ്ക്ക് ഉഴുന്നരക്കേണ്ടി വരും. ഓ
ഈ ഉഴുന്ന് കണ്ടുപിടിച്ചത് ഏത് പന്ന പരട്ടയാ? എന്താ മോനെ? ഒന്നുമില്ല അമ്മേ. എനിക്കറിയാം നിന്നെ ഉഴുന്നരയ്ക്കാൻ അവൾ അയക്കുമെന്ന്. വേണ്ടച്ചാ, അച്ഛൻ പോയി കിടന്നോളൂ. ഇതൊക്കെ ഞാൻ ചെയ്തോളാം. മോളെ, നിന്നെ കൊണ്ട് ഈ കല്ലൊന്ന് തിരിക്കാൻ പോലും കഴിയില്ല. അതുമല്ല, എന്നെപ്പോലൊരു പെങ്കോന്ത ഭർത്താവിന് ഇതിലും നല്ലൊരു പണി വേറെ ഉണ്ടോ?